ജബൽപൂരിലെ സംഭവത്തിനെ ന്യായീകരിക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. മാധ്യമാരാ? ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടിപ്പോകരുതെന്നാണല്ലോ താക്കീതൊക്കെ കൊടുത്തത് പത്രക്കാരോട്. ചോദിച്ചു പോകരുത് അത്തരം ചോദ്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്. അങ്ങേര് രാജാവാണെന്ന് അങ്ങേരുടെ വിചാരം. പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പൊതുവിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്രൈസ്തവ സഭ എക്കാലവും ലോകത്തിന് വെളിച്ചമായിരിക്കാനും ഭൂമിക്ക് ഉപ്പായിരിക്കാനും വേണ്ടി വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമായതുകൊണ്ട് അവര് ആരും കയറി ചെല്ലാത്ത ദേശങ്ങളിൽ ചെന്ന് മനുഷ്യരായി പരിഗണിക്കാത്ത ജനത്തിൻ്റെ ഇടയിൽ അവരെ കൃത്യമായി മാനവികതയുടെ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ അധ്യധ്വാനം ചെയ്യുന്നവരാണ്. ആ അധ്യധ്വാനത്തിൽ മാനവരാശിയുടെ മഹത്വപൂർണനായിരിക്കുന്ന മശിഹായെക്കുറിച്ചുള്ള അറിവും കൂടെ പകർന്നു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ തങ്ങളുടെ രക്ഷിതാവിനെ കണ്ടെത്തുകയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ മതപരിവർത്തനം എന്നുള്ള പേരിൽ ഇന്ന് പല സംസ്ഥാനങ്ങളിലും, നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വളരെ നിഷ്ഠൂരമായ രീതിയിൽ സുവിശേഷ പ്രവർത്തകരെയും പട്ടക്കാരെയും അച്ഛന്മാരെയും അതേപോലെ തന്നെ സിസ്റ്റേഴ്സിനെയൊക്കെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ജബൽപൂരിൽ സംഭവിച്ച ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളെക്കുറിച്ച് നിങ്ങൾ മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ അവെയറായിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം. എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് ഒറീസയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫാദർ ജോഷി ജോർജ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വികാരി അച്ഛനെ, അദ്ദേഹത്തിൻ്റെ സഹവികാരിയെയും രണ്ടുപേരെയും വളരെ ക്രൂരമായിട്ട് പോലീസ് തന്നെ കയറി മർദ്ദിച്ചു. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലൊക്കെ കഞ്ചാവും മറ്റ് ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ അവിടെയും ലഹരിയുടെ സമൃദ്ധമായ കാര്യങ്ങൾ നടമാടിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ റാക്കറ്റിൻ്റെ തുമ്പത്ത് നിൽക്കുന്ന പോലീസുകാർ ഈ അച്ഛനും മറ്റുമൊക്കെ അതിനെതിരെ സംസാരിച്ചു എന്നുള്ള കാരണത്താൽ ബോധപൂർവം വരികയും അവിടെ ലഹരി പദാർത്ഥം ഉപയോഗിക്കുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കാൻ എന്നുള്ള നിലയിൽ ദൈവാലയത്തിൽ കയറി വന്നിട്ട് അത് ഇവിടെ അത്തരത്തിലുള്ള ആളുകളല്ല എന്നും അവിടെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നായിട്ടുള്ള യുവതികളും യുവാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന ആലയത്തിൽ അവരെ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ പരിശോധിക്കുന്നതിനൊന്നും അവിടെ ആരും എതിർത്തില്ല. പക്ഷേ ഞങ്ങളൊന്നും അങ്ങനെയുള്ളവരല്ല എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അവരെ മർദ്ദിക്കാൻ തുടങ്ങിയപ്പോൾ അത് അന്വേഷിക്കാൻ വന്നായിട്ടുള്ള അവിടെ തന്നെ റൂമിലുണ്ടായിരുന്ന ഫാദർ ജോഷി ജോർജ് അച്ഛനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റ് വികാരിയും അവരെ രണ്ടുപേരും ക്രൂരമായിട്ട് മർദ്ദിക്കുകയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ച് ആ ദേശത്ത്, കാരണം അത് ആ ദേശം ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്, അപ്പോൾ അവർ വളരെ കർശനമായിട്ട് തന്നെ ചില നടപടികൾ ആവശ്യമുണ്ടെന്നൊക്കെ SP ഓഫീസിൽ ആവശ്യപ്പെട്ടു. അവിടുത്തെ ബിഷപ്പ് വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലെ ബർഹാംപൂർ എന്ന് പറയുന്ന ഡയസിസിലെ ബിഷപ്പും അതുപോലെ തന്നെ പട്ടക്കാരുമാണ് ഈ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഭാരതത്തിൽ എവിടെ ഏത് കോണിലും എന്ത് മുക്കിലും മൂലയിലും എന്ത് നടന്നു കഴിഞ്ഞാലും അതിനൊക്കെ ആരോപിക്കുന്നതായിട്ടുള്ള ഒരു കാരണം മതപരിവർത്തനം എന്നുള്ള വാക്കാണ്. അത് ഇവിടുത്തെ ചില സംഘപരിവാറിനുമായിട്ട് തോളത്ത് കൈയിട്ട് നടക്കുന്ന സഹോദരങ്ങൾ, തോളത്ത് കൈയിടണ്ട എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം, തോളത്ത് കൈയിട്ട് നടക്കുകയും അവർക്ക് വേണ്ടി ഓശാന പാടുകയും കീ വിളിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ചില ആളുകൾ, അവരെ ക്രിസ്ത്യാനികളെന്ന് വിളിക്കാൻ നമുക്ക് ലജ്ജയുണ്ടെങ്കിലും പറയാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നൊരു കാര്യം, നിങ്ങൾ മതപരിവർത്തനം നടത്തുന്നതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളത്, നിങ്ങൾ എന്തിനാ മതപരിവർത്തനം നടത്തുന്നത്? എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, മതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുന്ന മാർഗമെന്ന അർത്ഥം. ക്രിസ്തുവിൻ്റെ മാർഗമെന്ന് പറയുന്നത് മതമല്ല, മറിച്ച് ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വന്ന മാർഗമാണ്. ആ മാർഗത്തെ ലോകത്തോട് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് ഓരോ ക്രൈസ്തവൻ്റെയും. ഒരുത്തൻ ക്രിസ്ത്യാനിയാണെന്ന് സ്വയമേ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവനോട് ആദ്യമേ ചോദിക്കേണ്ട ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, നീ ക്രിസ്തുവിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നുണ്ടോ? നിന്നെ രക്ഷിച്ചവനായ, നിന്നെ പാപത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടി സ്വജീവനെ ക്രൂശിൽ ബലിയാക്കിയവനായ ക്രിസ്തുവിനെക്കുറിച്ച് നിനക്ക് എത്രമാത്രം അറിയാം? ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നീ മറ്റുള്ളവരോട് പങ്കുവെക്കുന്നുണ്ടോ? ഇല്ലാതെ നിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട്, നീ രാഷ്ട്രീയ ഉന്നതിക്ക് വേണ്ടിയിട്ടൊക്കെ, നിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, നിൻ്റെ പണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയും, നിൻ്റെ കള്ളത്തരങ്ങൾ മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും, നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ട് ചേർന്നിരുന്നുകൊണ്ട് നീ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതുകൊണ്ട് ഒരു പുല്ലുവിലയും ഇല്ല എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. കാരണം ക്രിസ്തു വന്നിരിക്കുന്നത് പാപികളെ രക്ഷിക്കാനായിട്ടാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം സർവ്വലോകത്തിലും അറിയിക്കണമെന്നുള്ള അന്ത്യ നിയോഗം ക്രിസ്തുയേശു സകല മനുഷ്യർക്കും തന്നിരിക്കുന്നതാണ്. ആ
ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി സകല ജാതികളോടും ഈ സുവിശേഷം അറിയിക്കാനായിട്ട് കർത്താവ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം മുതൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഈ ഞാഞ്ഞൂല് കളിക്കുന്ന ചില അണ്ണന്മാരുണ്ടല്ലോ, അണ്ണന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ക്രിസ്ത്യാനിയാണെന്ന് എപ്പോഴെങ്കിലും പറയാനായിട്ട് തയ്യാറാകുന്നതിന് മുമ്പ് ആരാണ് ക്രിസ്ത്യാനി എന്നും എന്താണ് ക്രിസ്ത്യാനിറ്റി എന്നുള്ളത് ഒരു വാക്കൊന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ഇല്ല ചുമ്മാതെ നിങ്ങളുടെ അഹംഭാവം കാണിക്കാൻ വേണ്ടി ഞാൻ ക്രിസ്ത്യാനിയാണെന്നും നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂനപക്ഷമാണെന്നൊക്കെ അവകാശപ്പെടാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നതുകൊണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ, സ്വർഗരാജ്യം നിങ്ങൾ അടയ്ക്കുക മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി അടയ്ക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അതിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കാത്തവരാണ്. നിങ്ങളെക്കുറിച്ച് കർത്താവ് തമ്പുരാൻ പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നിങ്ങളുടെ കഴുത്തിൽ ഒരു വലിയ തിരികല്ല് കെട്ടിയിട്ട് നിങ്ങളെ ആഴമുള്ള കടലിലേക്ക് ഇട്ടേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാ നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന അവസാനത്തെ അവസ്ഥയും. അതുകൊണ്ട് മതപരിവർത്തനത്തെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ മാനവികതയെ സംസ്കരിക്കാനായിട്ട് ശ്രമിക്കേണ്ട. ഇവിടെ ഭാരതത്തെ ഭാരതമാക്കി തീർക്കാൻ വേണ്ടി ഇതുപോലെ കുറേ പേര് കഷ്ടപ്പെട്ട ക്രൈസ്തവ മിഷണറിമാർ വന്ന് കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നീയൊക്കെ ഉണ്ടും ഉടുത്തും ഒക്കെ നടക്കുന്നതെന്ന് മറന്നു പോകണ്ട. ഇല്ലെങ്കിൽ കോടകം ഉടുത്തുകൊണ്ട് ജീവിക്കേണ്ടി വന്നേനെ. ആ അവസ്ഥയിൽ നിന്ന് നല്ല വസ്ത്രം ധരിച്ചും റബ്ബറിൽ നിന്ന് വെട്ടി അതിൻ്റെ പാലൊക്കെ ഊറ്റിയെടുത്തും കരിങ്കൽ കോറിയൊക്കെ അവകാശപ്പെടുത്തിയൊക്കെ നടക്കുന്നുണ്ടല്ലോ. ഇതിനൊക്കെ കാരണക്കാരെന്ന് പറയുന്നത് ദൈവവചനവുമായിട്ട് ഇവിടെ വന്ന കുറച്ച് മിഷണറിമാരാണ്. അതേപോലെ തന്നെ ആ സുവിശേഷത്തിൻ്റെ സത്യം മനസ്സിലാക്കാനുള്ള സഭ ചിലരെ പല സ്ഥലങ്ങളിലേക്കും നിയോഗിച്ചിട്ടുണ്ട്. ആ നിയോഗിച്ചിരിക്കുന്നവർ സ്വമേധയായി പോകാൻ തയ്യാറായതും കൊണ്ടുമാണ്. അവർ ത്യാഗം സഹിക്കാൻ, കഷ്ടം സഹിക്കാൻ വേണ്ടി തന്നെയാണ് പോയത്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു, അച്ഛാ നമുക്ക് പട്ടുമെത്തയൊന്നും അല്ലല്ലോ, പട്ടുമെത്തയൊന്നും ഇവിടെ ആർക്കും വേണ്ട, ഞങ്ങളാരും പട്ടുമെത്തേ കിടക്കുന്നവരല്ല, ഞങ്ങൾ കല്ലുകളിൽ കൂടെ ഞങ്ങൾ മുള്ളുകളിൽ കൂടെ സഞ്ചരിക്കുന്നവർ തന്നെയാണ്. ഞങ്ങൾക്കെതിരെ എന്ത് ഉപദ്രവങ്ങൾ വന്നാലും സന്തോഷത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് അത് സ്വീകരിക്കാൻ, ആ സഹനം സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഞങ്ങളുടെ നാഥൻ, ഞങ്ങളെ വീണ്ടെടുത്തവനായ കർത്താവ് ഈ സഹനത്തിലൂടെ കടന്നുപോയതും ആ സഹനം സഹിച്ചവനെ ഉള്ളത്തിൽ ധ്യാനിച്ചു കൊള്ളാനായിട്ടാണ് തിരുവചനം ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സംരക്ഷകരായിട്ടൊന്നും നിങ്ങൾ ചമയണ്ട. അങ്ങനെ ചമയുന്നവർ നട്ടലുള്ളവരാണെങ്കിൽ ആ നട്ടലുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ജബൽപൂരിലെ അച്ഛന്മാരെയും അതുപോലെ ഒറീസയിലെ ഫാദർ ജോർജിനെയും അതേപോലെ തന്നെ കർണാടകയിൽ ഇന്നലെ കുറച്ച് പേര് കയറിയിട്ട് പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്ന ഒരു പെന്തക്കോസ്ത് ചർച്ച്, ആ ചർച്ചിൽ കയറിയിട്ട് അവിടുത്തെ എല്ലാവരും ഉപദ്രവിച്ചെന്ന് മാത്രമല്ല, അവിടെ ശ്രീരാം ജയ് എന്ന് മുഴക്കിയെന്ന് മാത്രമല്ല, അവിടെ വിഗ്രഹ സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുകയൊക്കെ ചെയ്തു. അതൊക്കെ അപ്പോൾ പറയാം അത് പെന്തക്കോസ്താക്കാരല്ലേ. അതെ, ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ടീമുകളാണ് നിങ്ങളെന്നുള്ളത് നിങ്ങളുടെ വാക്കുകളിൽ തന്നെ പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് വലിയ ക്രൈസ്തവ സ്നേഹവും പ്രേമവും ഒന്നും നിങ്ങൾ നടിക്കണ്ട. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണ്ട. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ സ്വർഗീയ കർത്താവുണ്ട്. നിൻ്റെ ഒന്നും ഓശാരം കണ്ടിട്ടല്ല ഞങ്ങളാരും കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, അടിക്കുറിപ്പുകൾ എഴുതുന്ന കുറേ അണ്ണന്മാരുണ്ട്. സംഘപരിവാർ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ ചവച്ച് തുപ്പുന്നോ അവർ അതെല്ലാം കൂടെ എടുത്തിങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറേ അണ്ണന്മാർ ക്രൈസ്തവ പേരൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊന്നും ക്രിസ്തീയ പേരല്ല കേട്ടോ. ആദ്യം മനസ്സിലാക്കണം, ഇവിടെ ക്രിസ്തീയ പേരെന്ന് പറഞ്ഞൊരു പേരൊന്നുമില്ല. അത് വിവരം ഇല്ലാത്തവനൊക്കെയാണ് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരം ഇതൊക്കെ ക്രിസ്തീയ പേര്. ഒന്നുമല്ല, ഇവരൊന്നും അറിയത്തുമില്ല. അവനൊക്കെ ആകെ അറിയാവുന്നത് അത് കാണിച്ചു തരികയും ചെയ്തു. അന്തോണിച്ചായൻ്റെ മോനെയും വിളിച്ചുകൊണ്ട് ഒരുത്തൻ ഒരു വലിയ നേതാവ് കൊണ്ടുപോയി വിഗ്രഹത്തിന് മുമ്പിൽ നിന്ന് തൊടാനായിട്ടൊക്കെ പരിശീലിപ്പിക്കുന്നത് കണ്ടല്ലോ. എന്നിട്ട് അവനൊക്കെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്ത്യാനികളുടെ വലിയ തലവനാണ്, ഞാൻ ക്രിസ്ത്യാനികളുടെ വലിയ സംരക്ഷകനാണ്. ഒന്നുമല്ല. ഞങ്ങളുടെ സംരക്ഷകൻ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഞങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ തക്കവണ്ണം കർത്താവുണ്ട്. ഇവിടുത്തെ നിയമവ്യവസ്ഥകളുണ്ട്. ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ സംരക്ഷകരാകണ്ട എന്ന് പറയുകയാണ്. ഇന്നലെ നമ്മളൊക്കെ തിരഞ്ഞെടുത്ത് വലിയ ആദരവോടുകൂടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന മഹാനായ ഒരു മനുഷ്യനോട് ജബൽപൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മിണ്ടിപ്പോകരുതെന്നാണല്ലോ താക്കീതൊക്കെ കൊടുത്തത് പത്രക്കാരോട്. ചോദിച്ചു പോകരുത് അത്തരം ചോദ്യങ്ങൾ എന്നൊക്കെ പറയാനായിട്ട്. അങ്ങേര് രായാവാണെന്ന് അങ്ങേരുടെ വിചാരം. പല്ലക്കൊക്കെ താണുപോയി സാറേ. അതൊക്കെ പണ്ടായിരുന്നു. പല്ലക്കിലൊക്കെ അന്ന് പല്ലക്ക് ചുമക്കുന്ന വർഗത്തിൽപ്പെട്ടായിരുന്നു നിങ്ങളൊക്കെ. അത് മറന്നു പോകണ്ട. പല്ലക്കിൽ ഇരിക്കാനൊന്നും യോഗ്യതയില്ലായിരുന്നു. പല്ലക്ക് ചുമക്കുന്ന കൂട്ടത്തിൽപ്പെട്ടായിരുന്നു. നിങ്ങൾക്കൊരു വിളിപ്പേരൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ മാന്യത കൊണ്ട് പറയുന്നില്ല. അപ്പോൾ ക്രൈസ്തവരുടെ സംരക്ഷകരായിട്ടൊന്നും നിങ്ങളാരും കയറണ്ട. ഇവിടെ സംരക്ഷിക്കാനായിട്ട് ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന സ്വാതന്ത്ര്യമുണ്ട്, കോടതിയുണ്ട്. അത് മറന്നു പോകണ്ട. പക്ഷേ ഇവിടുത്തെ ജീവനും സ്വത്തിനും സംരക്ഷണം തരേണ്ടുന്നതായ ഇവിടുത്തെ ഭരണ സംവിധാനം തന്നെ അതിനെതിരെ നിൽക്കുകയും അവിടുത്തെ ഭരണ സംവിധാനം ഉപയോഗിച്ച്, പോലീസുകാരെ ഉപയോഗിച്ച്
ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഈ സമ്പ്രദായമുണ്ടല്ലോ, ഈ സമ്പ്രദായം അധികാലം നിൽക്കുകയല്ല. ദൈവം തമ്പുരാൻ ഒന്ന് ഇളക്കിയാലേ നീയൊക്കെ നിൽക്കുന്ന ഇടമുണ്ടല്ലോ, ആ ഇടമൊന്ന് ഇളകും. അങ്ങനെ ഇളകുന്ന സമയത്ത് ഒരു നിലനിൽപ്പും ഉണ്ടാകുകയില്ല. പിന്നെ എത്ര വലിയ കൊടി കൊമ്പനാണേലും, പണ്ട് ഗുജറാത്തിലൊന്ന് ഇളക്കിയതാ, ഞങ്ങളുടെ മെത്രാനെ പിടിച്ച് വലിച്ചഴിച്ച് പള്ളിയിൽ നിന്ന് വലിച്ചഴിച്ച് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞ് പോലീസുകാരെല്ലാം കൂടെ. അന്ന് ഞങ്ങൾ പറഞ്ഞതാണ്, അന്ന് ഞങ്ങൾ പറഞ്ഞു ദൈവം തമ്പുരാൻ ഇടപെടും, ഞങ്ങൾക്കാർക്കും പ്രതികാരം ആരോടുമില്ല, ഞങ്ങളെ സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ സ്നേഹിക്കും. പക്ഷേ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആ സംഭവം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ കച്ചും പുച്ചും ഒക്കെ ഒന്ന് ഇളക്കി കർത്താവ്. മറന്നു പോകണ്ട അത്. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ധാർഷ്ട്യം, ക്രൈസ്തവ സമൂഹത്തോടുള്ള ധാർഷ്ട്യം, ക്രൈസ്തവ സമൂഹത്തോടല്ല വാസ്തവത്തിൽ നിങ്ങൾ ഈ കൊടുങ്കൈ ചെയ്യുന്നത്, മറിച്ച് താഴേക്കടയിൽ കഴിയുന്നതായിട്ടുള്ള ഗോത്ര വിഭാഗത്തിൽ കഴിയുന്നതായിട്ടുള്ള ഏറ്റവും അടിസ്ഥാന വർഗമായിട്ടുള്ളവർ ഉയർന്നു വരുന്നതിന് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഞങ്ങളെ നിങ്ങൾ തടസ്സപ്പെടുത്തുന്നത് അവരോടുള്ള വെല്ലുവിളിയാണ്. ആ ഗോത്രവർഗക്കാരോടുള്ള നിങ്ങളുടെ വെല്ലുവിളിയാണ്. ആ പാവപ്പെട്ട ജനതം, താഴെ തട്ടിൽ കഴിയുന്ന ജനത ഉയർന്നു വരരുത്, വിദ്യാഭ്യാസം കിട്ടരുത്, അവർക്ക് സംസ്കാരം ഉണ്ടാകരുത്, അവർ മാന്യരായിട്ട് വസ്ത്രം ധരിക്കരുത്, നല്ല ഭക്ഷണം കഴിക്കരുത്, നല്ല ഭവനങ്ങളിൽ പാർക്കരുതെന്ന് കൊതിയുള്ളത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ആഠ്യത്വം കാണിക്കാൻ വേണ്ടി ഞങ്ങളുടെ മീതെ ഈ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് അധികാലം നടക്കുകയല്ല എൻ്റെ പൊന്നു സാറുമാരെ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. ഒരിക്കലൂടെ ഇത്തരത്തിലുള്ള ക്രൂരമായ കൃത്യങ്ങൾ ഇന്നലെ സംഭവിച്ചത് തുങ്കൂർ പാവ്വീഡ് ഡിസ്ട്രിക്റ്റിലാണ്, കർണാടകയിൽ. അവിടെ ആക്ഷൻ എടുക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നടന്നാൽ നടന്നു, ഇല്ലെങ്കിലില്ല, അതിൽ ഞങ്ങൾക്ക് ഭയമൊന്നുമില്ല. അതുപോലെ തന്നെ സെൻറ്റ് അലോഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ അതിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന ഫാദർ തങ്കച്ചൻ ജോസച്ചൻ വളരെ കൃത്യമായിട്ട് എന്താണ് ജബൽപൂർ നടന്നതെന്നുള്ളത് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കുക. പക്ഷേ ഒരു കാര്യം ഞാൻ വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ, ക്രൂര മർദ്ദനങ്ങൾക്ക് വിധേയരാകുന്ന പട്ടക്കാരാകട്ടെ, സിസ്റ്റേഴ്സ് ആകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, അവരാരും ലോകത്തിൽ വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുന്നതെന്ന് നിലവിളിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരുവനെ അകാരണമായിട്ട് മർദ്ദിക്കുന്നത് അവകാശത്തിൽപ്പെട്ടതാണോ, അത് ഉചിതമാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. കാരണം ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ നാടിയും ഞരമ്പുമാണെന്ന് മാത്രമല്ല, ഞങ്ങളാണ് ഈ രാജ്യത്തെ രാജ്യമാക്കി തീർക്കാൻ വേണ്ടി രാപ്പകൽ സ്വാർത്ഥതയില്ലാതെ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഞങ്ങളുടെ നേരെ നിങ്ങൾ ഇതുപോലുള്ള കുതികാൽ ഉയർത്തുമ്പോൾ ഓർത്തുകൊള്ളുക, ആ കുതികാല് താഴ്ത്തുവാൻ തക്കവണ്ണം ശക്തനായ ഒരു കർത്താവ് ഉണ്ടെന്നുള്ള ആ മുന്നറിയിപ്പോടുകൂടെ ബാക്കിയുള്ള ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. താങ്ക് യു വെരി മച്ച്. കഴിഞ്ഞ 31-ാം തീയതി, മാർച്ച് 31-ാം തീയതി മണ്ഡലയിൽ നിന്നും ജബൽപൂരിൽ ഏകദേശം 90 കിലോമീറ്റർ അകലെയുള്ള മണ്ഡലയിലുള്ളൊരു പള്ളിയിൽ നിന്നും ഒരു ബസ് നിറയെ അവിടുത്തെ കാത്തലിക്സ്, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം ഏകദേശം 55 പേര് ജബൽപൂർ തീർത്ഥയാത്രയ്ക്ക് വേണ്ടി വന്നു. അവർ വന്നതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ 2-3 ചർച്ചുകൾ കാണുകയും അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്ത് അന്ന് തന്നെ തിരിച്ചു പോകാനാണ്. അവിടുത്തെ വികാരിയച്ചൻ ഫാദർ ജോൺ കോട്ടേഴ്സും CMC കോൺവെൻറ്റിലെ 2 സിസ്റ്റേഴ്സ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നെയ്ബർട്ടൗണിലുള്ള ഹോളി ട്രിനിറ്റി ചർച്ച് പോയി അവിടുന്ന് തിരിച്ച് പോകുന്ന വഴിക്ക് റാഞ്ചി എന്ന് പറഞ്ഞ ഔട്ട്സ്കേറ്റിലുള്ള ഒരു പള്ളിയിൽ അവർ പോവുകയായിരുന്നു. അവിടെ വെച്ച് പോകുന്ന വഴിക്ക് ഇവരെ കുറച്ച് ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകാർ ഇവരെ വണ്ടി തടയുകയും വണ്ടി ഹൈജാക്ക് ചെയ്ത് അവരും അവിടെയുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. അവരുടെ ആരോപണമായിരുന്നു ഇവരെല്ലാവരും ക്രിസ്ത്യാനിയാക്കാൻ കൊണ്ടുവന്ന ആൾക്കാരാണെന്ന്. അവിടെ പോലീസുകാർ ഇവിടെ ഇൻഡിവിജ്വലി ആയിട്ട് എല്ലാവരുടെയും ആധാർ കാർഡ് എടുത്ത് അവരുടെ വെരിഫിക്കേഷൻ ചെയ്തു. അതുപോലെ തന്നെ അവർ ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, വർഷങ്ങളായിട്ടുള്ള ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾ പള്ളി സന്ദർശിക്കാൻ വന്നതാണ്, ഞങ്ങളിവിടെ സ്വന്തം പൈസ മുടക്കി ഞങ്ങൾ വണ്ടി ഹയർ ചെയ്ത് വന്നതാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നവർ, പ്രത്യേകിച്ചും പുരുഷന്മാർ, കുറേ സ്ത്രീകളും ഉണ്ടായിരുന്നു. അവർ അവിടെ ജയ് വിളിച്ച് അതിലെ ആരെയും പ്രവേശിക്കാൻ അനുവദിച്ചില്ല. അവിടെ ഒരു വളരെ തനാവപൂർണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇത് കേട്ടറിഞ്ഞ് ഞങ്ങളുടെ വികാർ ജനറൽ റവറൻ ഡോക്ടർ ഫാദർ ഡേവിസ് ജോർജും ഞങ്ങളുടെ രൂപതയുടെ പ്രൊക്യൂട്ടറും സെക്രട്ടറി ആയിരുന്ന ഫാദർ ജോർജ് ടിയും കത്തീഡ്രൽ പള്ളിയുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ആയിരുന്ന
സെക്രട്ടറിയായ മിസ്റ്റർ ഫെലിക്സ് ബർലയും കൂടി അവിടെ പോയി. അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ ഇവരോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. അവർ ക്രിസ്ത്യൻ പേര് പറഞ്ഞു കേട്ടപ്പോഴേ അവർ ആക്രമിക്കുകയാണ് ചെയ്തത്. അവർ പോയത് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എന്തെങ്കിലും സഹായം വേണോ എന്നൊക്കെ ചോദിച്ചറിയാൻ വേണ്ടി പോയവരെ ഇവർ ആക്രമിക്കുകയും അതുപോലെ തന്നെ അവർ അവിടെ അവരുടെ പോലീസ് സ്റ്റേഷനിലെ ഒരു റൂമിനകത്ത് അവരെ ഇരുത്തുകയും ചെയ്തു. നിലത്ത് അവരെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ എത്രയോ പള്ളിയിൽ അവിടെ അടുത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ചെന്നവരെല്ലാവരെയും അവർ ആക്രമിക്കുകയുണ്ടായി. ഇതാണ് അവിടെ ഉണ്ടായ സംഭവം.